ഞാൻ ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായി ഞെട്ടിയിരിക്കും. മലയാള സിനിമയെ ഇത്രമാത്രം സ്വാധീനിക്കപ്പെട്ട അല്ലെങ്കിൽ ഇത്രമാത്രം ആരാധിച്ച വേറൊരു നടനുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതായത് ലാലേട്ടൻ്റെ അവസാനത്തെ 2 പടം മമ്മൂക്കയുടെ അവസാനത്തെ 10 പടത്തെ തൂക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചോ? അതിന് മാത്രമുള്ള റിപ്പോർട്ടാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ലാലേട്ടൻ കഴിഞ്ഞ 2 പടത്തിൽ നിന്നായിട്ട്, അതായത് തുടരും ഒപ്പം തന്നെ എമ്പുരാൻ, ഈ 2 പടത്തിൽ നിന്നുമായിട്ട് 500 കോടിയാണ് വേൾഡ് വൈഡ് കളക്ട് ചെയ്തത്. എന്നാൽ നമ്മുടെ സ്വന്തം മമ്മൂക്ക കഴിഞ്ഞ 10 പടത്തിൽ നിന്നായിട്ട് 400 കോടി മാത്രമാണ് കളക്ട് ചെയ്ത് പോയത്. അതായത് 10 പടം ചെയ്തിട്ട് മമ്മൂക്ക ടോട്ടൽ കളക്ട് ചെയ്തത് 400 കോടിക്കകത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം മമ്മൂക്കയുടെ ഒരു കാലഘട്ടം, അത് 2019 തൊട്ടിട്ട് 2024 വരെ മമ്മൂക്കയുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു അല്ലേ. ഇതിനിടയിൽ എത്രയോ വലിയ വമ്പൻ വിജയങ്ങളാണ് മമ്മൂക്ക തിയേറ്ററിൽ നിന്ന് കൊണ്ടുപോയതും. പിന്നെയും എന്തുകൊണ്ടാണ് മമ്മൂക്ക 400 കോടി മാത്രം കളക്ട് ചെയ്ത് പോയത്? ഇത്രയും വമ്പൻ ഹിറ്റുകൾ ഉണ്ടായിട്ട് പോലും മമ്മൂക്ക ഒരു തവണ പോലും 100 കോടി പോലും അച്ചീവ് ചെയ്യാനും പറ്റിയിട്ടില്ല. ഞാൻ ഇനി ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് മമ്മൂക്കയുടെ അവസാനം ഇറങ്ങിയ 10 പടത്തിൻ്റെ ടോട്ടൽ റിപ്പോർട്ടാണ്. മമ്മൂക്കയുടെ അവസാനം റിലീസായ പടം ബസൂക്കയാണ്. ബസൂക്ക തിയേറ്ററിൽ വരാൻ നേരത്ത് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു പടമായിരുന്നു അല്ലേ ബസൂക്ക. അതായത് ഗൗതം വാസുദേവൻ്റെ കോംബോയും ആ ഒരു മാസ് എൻട്രിയും ആ ഒരു ടൈറ്റിലും ആ ഒരു ട്രെയിലറും കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര പ്രതീക്ഷ വെച്ചൊരു പടമായിരുന്നു ബസൂക്കയുടെ റിലീസ്. എന്നാൽ ബസൂക്ക തിയേറ്ററിൽ നിന്ന് മൊത്തം കളക്ട് ചെയ്ത് 25 കോടി മാത്രമാണ്. പിന്നെ വന്നത് ഡൊമിനിക്കൻ പേഴ്സാണ്. അതായത് ഗൗതം വാസുദേവൻ്റെ ആദ്യ ഡയറക്ഷൻ പടമായ പടം, അത് മമ്മൂക്ക വെച്ചൊരു പടം. ഈ പടം തിയേറ്ററിൽ നിന്ന് മൊത്തം കളക്ട് ചെയ്തത് 20 കോടി മാത്രമാണ്. പിന്നെ വന്നത് നമ്മുടെ സ്വന്തം ടെർബോ ജോസ്. അതൊരു 1.5 പടമായിരുന്നു അല്ലേ. തിയേറ്ററിൽ പോയിട്ട് മമ്മൂക്കയുടെ ഒരു മാസ് സ്റ്റണ്ട് പടം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ടത്. ടെർബോ അന്ന് നേടിയത് 72 കോടിയാണ് വേൾഡ് വൈഡ്. പിന്നെ വന്നത് ഭീഷ്മപർവമാണ്. അതായത് അമൽ നീരദ് കോംബോ മമ്മൂട്ടി. അതായത് ബിലാലിന് തൊട്ട് മുമ്പുള്ള പടമായിരുന്നു ഈ റിലീസ്. അതായത് മമ്മൂട്ടിയുടെ കരിയിൽ തന്നെ ഏറ്റവും വെയിറ്റിംഗ് ഒരു പടമായിരുന്നു ഭീഷ്മപർവം അന്ന് നേടിയത് 87 കോടിയാണ് വേൾഡ് വൈഡ്. പിന്നെ വന്നത് കണ്ണൂർ സ്ക്വാഡ്. മമ്മൂട്ടി പോലീസായി വന്ന ഒരു പടമാണ് കണ്ണൂർ സ്ക്വാഡ് അന്ന് നേടിയത് 81 കോടിയാണ് വേൾഡ് വൈഡ് അന്ന് നേടിയത്. പിന്നെ വന്നത് ബ്രഹ്മയുഗമാണ്. മമ്മൂട്ടി ചാത്തനായിട്ട് അഴിഞ്ഞാടിയ പടമാണ് ബ്രഹ്മയുഗം അന്ന് നേടിയത് 50 കോടിയാണ് അന്ന് തിയേറ്ററിൽ നിന്ന് മൊത്തമായി കളക്ട് ചെയ്തത്. പിന്നെ വന്നത് യാത്രയാണ്. യാത്ര 2 തിയേറ്ററിലെ ഏറ്റവും വലിയ പരാജയം പറഞ്ഞ പടമാണ് യാത്ര 2. അന്ന് 15 കോടി മാത്രമാണ് ആ പടം വേൾഡ് വൈഡ് കളക്ട് ചെയ്തത്. പിന്നെ വന്ന പടമാണ് ക്രിസ്റ്റഫർ അന്ന് തിയേറ്ററിൽ നിന്ന് മൊത്തമായി കളക്ട് ചെയ്തത് 10 കോടി മാത്രമാണ്. പിന്നെ വന്ന പടമാണ് മമ്മൂക്കയും ലിജോ ജോസ് പല്ലിശ്ശേരിയും കൂടിയുള്ള നൻപകൽ നേരത്തെ മയക്കം. അത് ഈ പടം ആവറേജ് ആണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള പ്രേക്ഷക പ്രതികരണമാണ് അന്ന് തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തത്. 9 കോടി മാത്രമാണ് വേൾഡ് വൈഡ് ഈ പടത്തിന് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. പിന്നെ റിലീസായത് റോഷാക്കാണ്. മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും നല്ല പടമായിരുന്നു റോഷാക്ക് അന്ന് നേടിയത് 39 കോടി മാത്രമാണ്. ഈ അവസാനം ഇറങ്ങിയ 10 പടത്തിൻ്റെയും ടോട്ടൽ ഗ്രോസ് കളക്ഷൻ തന്നെ വരുന്നത് 408 കോടിയാണ്. എന്നാൽ ലാലേട്ടനാവട്ടെ അവസാനം ഇറങ്ങിയ 2 പടത്തിൽ നിന്ന് മാത്രമായി 500 കോടിയാണ് കളക്ട് ചെയ്ത് പോയത്. എന്നാൽ മമ്മൂക്കയുടെ കേസാണെങ്കിലോ ഒരു തവണ പോലും മമ്മൂട്ടിക്ക് 100 കോടി റീച്ച് ആവാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായിരിക്കും ഇതിന് പിന്നിലെ റീസൺ? അറിയാവുന്നവർ എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാനും മമ്മൂക്കയുടെ ഒരു 100 കോടി പടം ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഒരു പടം 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ പറ്റട്ടെ.